നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ കഥയാണ് ബുദ്ധിമാനായ കുറുക്കൻ. സിംഹവും കഴുതയും കുറുക്കനും കൂടി ഒരിക്കൽ നായാട്ടിനു പോയി. താമസിയാതെ തന്നെ നായാട്ട് സംഘം ഒരു കലമാന്റെ കഥ കഴിച്ചു. മൂവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വയറു നിറയാനുള്ള ഭക്ഷണം കിട്ടിയിട്ടുമുണ്ട്. സിംഹം കഴുതയെ വിളിച്ചു. കഴുത സുഹൃത്തേ, ഈ മാനിനെ നീ മൂന്നായി കീറിമുറിച്ച് ഓരോരുത്തർക്കുള്ള ഭാഗം വേർതിരിക്കൂ. കഴുത ഒട്ടും അമാന്തിച്ചില്ല. 3 സമഭാഗങ്ങളായി മാനിനെ അവൻ വീതിച്ചു. 3 പേരും കൂടിയാണല്ലോ നായാട്ടിന് പോയത്. അപ്പോൾ മൂവർക്കും തുല്യമായ വീതമെന്നത് ന്യായം തന്നെ. സിംഹത്തിന് ഇത് കണ്ടു നിൽക്കുവാൻ സാധിച്ചില്ല. മൃഗരാജാവിന് കഴുതയുടെയും കുറുക്കന്റെയും തുല്യമായ വീതമോ? അസംബന്ധം. സിംഹം കഴുതയുടെ മേൽ ഒരലർച്ചയോടെ ചാടി വീണ് അവനെ കീറിപ്പൊളിച്ചു. അടുത്തതായി സിംഹം കുറുക്കനെ വിളിച്ചു. കുറുക്കൻ സുഹൃത്തെ, ഭക്ഷണം കഴിക്കാൻ സമയം വൈകിയിരിക്കുന്നു. നീ ആ മാനിനെ ഒന്ന് ഭാഗിക്കൂ. വേഗമാകട്ടെ, നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. കുറുക്കൻ വല്ലാതെ വിയർത്തു. അവനൊന്ന് പരുങ്ങി. എന്നാൽ യാതൊരു ഭാവഭേദവും മുഖത്ത് കാണിക്കാതെ അവനെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ വായിൽ കൊള്ളാവുന്നത്ര മാനിറച്ചി മാത്രം അവനായി എടുത്തു. ബാക്കി മുഴുവൻ മാനിറച്ചിയും മൃഗരാജാവിന് ഭക്ഷണമായി നീക്കിവെച്ചു. എന്നിട്ട് സിംഹത്തിനോടായി അവൻ പറഞ്ഞു, തിരുമേനി, അങ്ങേ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. ഇനി അങ്ങേക്ക് ഭക്ഷണമാകാം. ദാ ആ കാണുന്ന ചെറിയ ഭാഗം മാത്രം മതി എനിക്ക്. സിംഹത്തിന് സന്തോഷമായി. അവൻ കുറുക്കനോട് ആരാഞ്ഞു, ആരാണ് സുഹൃത്തെ നിന്നെ ഇത്ര ഭംഗിയായി വീതം വെക്കാൻ പഠിപ്പിച്ചത്? പ്രത്യേകമായി ആരും പഠിപ്പിച്ചതല്ല, കുറുക്കൻ പ്രതിവചിച്ചു. തുറന്ന പുസ്തകം പോലെ അപ്പുറത്ത് ചത്തുകിടന്ന കഴുത സുഹൃത്തിന്റെ ജഡത്തിലേക്ക് ഒന്ന് നോക്കേണ്ടി വന്നതേയുള്ളൂ. എല്ലാ പാഠങ്ങളും അതിൽ നിന്നും ഞാൻ പഠിച്ചു. മൃഗരാജാവ് ഭക്ഷണം കഴിക്കാൻ അപ്പോഴേക്കും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കൂട്ടുകാരെ, ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? ബുദ്ധിമാന്മാർ മറ്റുള്ളവരുടെ മടയത്തരങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്നു. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.